Hello, welcome back to our channel. നമ്മുടെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ പോയിന്റേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ അടുത്ത പുതിയൊരു ടോപ്പിക്കിലേക്ക് പുതിയൊരു കൺസെപ്റ്റുമായിട്ട് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതായത് പോയിന്റർ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെ മെമ്മറിയിൽ അതിന് ഇത്ര സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പോയിന്റേഴ്സിൽ ഇങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു വാരിയബിളിന് അല്ലെങ്കിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി, അതിന്റെ മെമ്മറിയിൽ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയിൽ അലോക്കേഷൻ നടത്തുന്നത് എങ്ങനെയെന്നാണ്, അല്ലെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ്സിലാണെന്നാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ മെയിൻ മെമ്മറിയിൽ ഒരു വാരിയബിൾ അല്ലെങ്കിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എത്ര ബൈറ്റ് വേണം അല്ലെങ്കിൽ എത്ര സൈസ് വേണം എന്ന് അലോക്കേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡിലാണ്. ഒന്ന് സ്റ്റാറ്റിക് ആയിട്ടും ഒന്ന് ഡൈനാമിക് ആയിട്ടും. ഏതാണ്? ഒന്ന് സ്റ്റാറ്റിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ഒന്ന് ഡൈനാമിക് ആയിട്ടും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റിക് മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡൈനാമിക് മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡിലാണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡും അതുപോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡും ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ആണെന്ന് പറഞ്ഞു. എന്താണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഇതവിടെ പറഞ്ഞിട്ടുണ്ട് മെമ്മറി അലോക്കേഷൻ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. Methods of memory allocation we discuss ചെയ്തിട്ട് ശ്രദ്ധിക്കാം. Every data and instruction that is being executed must be allocated some area in the main memory. ഏത് ഡാറ്റകളാണെങ്കിലും ഏത് വാരിയബിൾ ആണെങ്കിലും ഏത് ഇൻസ്ട്രക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയിൽ സം ഏരിയ അല്ലെ, അതായത് സം മെമ്മറി ലൊക്കേഷൻസ് അതിന് വേണ്ടിയിട്ട് കൊടുക്കണം നമ്മൾ അല്ലെ. അങ്ങനെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വാരിയബിൾസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ള വാല്യൂസോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണെന്നാണ് പറയുന്നത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും അതുപോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. ഇനി എന്താണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് നോക്കാം, എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിലേക്ക് വരാം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ആസ് അവർ നോർമൽ വാരിയബിൾ ഡിക്ലറേഷൻ, അതിലൊന്നും കൂടുതലായിട്ടൊന്നും നോക്കാനില്ല. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ വാരിയബിൾ ഡിക്ലറേഷൻസും എന്ത് മെത്തേഡാണ്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഇന്റ് എ ഇന്റ് ബി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ നെയിം ഓഫ് 25 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നല്ല ചെയ്യാം. ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വാല്യൂസ് ഒന്നും കൊടുക്കുന്നതിന് മുമ്പേ, ആ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കമ്പൈൽ ചെയ്യില്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെ ഈ വാരിയബിൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് മെമ്മറി ആര് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും? കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി ആർക്ക് കൊടുക്കും? ഈ വാരിയബിൾസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ. അതായത് ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കമ്പൈൽ ചെയ്യുമല്ലോ, അങ്ങനെ കമ്പൈലേഷൻ ടൈമില് ഈ വാരിയബിൾസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഏരിയകൾ അല്ലെങ്കിൽ എത്രയാണ് വാരിയബിൾസിന്റെ സൈസ് എന്നുണ്ടെങ്കിൽ ആ സൈസിനനുസരിച്ചുള്ള മെമ്മറി മെയിൻ മെമ്മറിയിൽ ഇതിന് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ വാല്യൂസ് ഒന്നും കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കമ്പൈലേഷൻ ടൈമിൽ തന്നെ അതിന് വേണ്ട മെമ്മറി അലോക്കേറ്റ് ചെയ്യും മെയിൻ മെമ്മറിയിൽ നിന്ന്. അങ്ങനെ അഡ്വാൻസ്ഡ് മെമ്മറി എന്ന് അതിന് പറയാം. എന്താ പറയാ? അഡ്വാൻസ്ഡ് മെമ്മറി. കാരണം എന്താ വെച്ചാൽ വാല്യൂസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെ, ആക്ച്വലി എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യും എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്? അതിന് ഇത്ര മെമ്മറി എടുത്തു എന്ന് പറഞ്ഞിട്ട് മെയിൻ മെമ്മറി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഡ്യൂറിങ് കമ്പൈലേഷൻ ഇറ്റ്സെൽഫ് എന്ന് പറയും, കമ്പൈലേഷൻ ടൈമിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതുപോലെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് നമ്മൾ എന്താ പറയാ അവിടെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് രണ്ട് കീ കൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് ഡ്യൂറിങ് കമ്പൈലേഷൻ ഇറ്റ്സെൽഫും അഡ്വാൻസ്ഡ് മെമ്മറിയും അങ്ങനെയാണ് പറയാം. അതായത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ ആ വാരിയബിൾസിന് വേണ്ട അഡ്വാൻസ്ഡ് മെമ്മറി, പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ ആ വാരിയബിൾസിന് വേണ്ട വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അഡ്വാൻസ്ഡ് മെമ്മറി മെയിൻ മെമ്മറിയിൽ നിന്ന് അലോക്കേറ്റ് ചെയ്യുക. അത്തരം അലോക്കേഷൻ നമ്മൾ പറയുന്ന പേരായിരുന്നു സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. When the amount of memory to be allocated is not in advance ആയിട്ട് കൊടുക്കുന്ന മെമ്മറി
ആൻഡ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിംഗ് കമ്പൈലേഷൻ ഇറ്റ്സെൽഫ്. അതായത് കമ്പൈലേഷൻ ടൈമിൽ അഡ്വാൻസ്ഡ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് എല്ലാം സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്. അപ്പൊ അതിന് രണ്ട് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡ് എക്സ് എന്നും ക്യാരക്ടർ സി ഓഫ് 10 എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എക്സ് എന്ന് പറയുന്ന വാരിയബിൾ ഒരു ഇന്റീജർ വാരിയബിൾ ആണ്. ആ ഇന്റീജർ വാരിയബിളിന് കമ്പ്യൂട്ടർ മെമ്മറിയിൽ 4 ബൈറ്റ് അല്ലെ, 4 ബൈറ്റ് അവിടെ റിസർവ് ചെയ്തിടും. അതുപോലെ തന്നെ ഇതൊരു ക്യാരക്ടർ വേരിയബിൾ ആണ് സി എന്ന് പറയുന്നത്. അതിലേക്ക് എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് കൊള്ളാം, എത്ര ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ കമ്പ്യൂട്ടർ മെമ്മറിയിൽ എത്ര ബൈറ്റ് അവിടെ ഒഴിച്ചിടും? 10 ബൈറ്റ്സ് അവിടെ അതിന് റിസർവ് ചെയ്തിടും അല്ലെ. അപ്പൊ അങ്ങനെ ഈ 10 ബൈറ്റ്സും അതുപോലെ തന്നെ ഈ 4 ബൈറ്റ് ഒക്കെ അതിലേക്ക് മെമ്മറിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട്, ഇനി നമുക്ക് അതിലേക്ക് വാല്യൂസ് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും? ആ 4 ബൈറ്റും ആ 10 ബൈറ്റും അവിടെ റിസർവ് ചെയ്തിട്ടു. പിന്നെ നമ്മൾ വേറൊരു വാരിയബിളിന് വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതല്ലാത്ത വേറൊരു വാരിയബിളിന് വേണ്ടിയിട്ട് ആ സ്പേസ് അതിന് ഉപയോഗിക്കില്ല. ഇതിന് വേണ്ടി റിസർവ് ചെയ്തിട്ടാണ്. ഇതിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്താലും സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിലും ആ മെമ്മറി അവിടെ നഷ്ടമായി പോകും. ഓക്കെ, പിന്നെ ആ മെമ്മറി വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കില്ല. അപ്പൊ അതാണ് അതിന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ വഴി ഒരു വാരിയബിളിന് നമ്മൾ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മെമ്മറി അതിനു വേണ്ടി റിസർവ് ചെയ്തിട്ടു. പിന്നെ വേറൊരു വാരിയബിൾ അല്ലെങ്കിൽ വേറൊരു വാല്യൂ നമുക്ക് ആ സ്റ്റോറേജ് ലൊക്കേഷൻസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ സി എന്ന് പറയുന്ന ഈ ഒരു വാരിയബിളിന് 10 ക്യാരക്ടേഴ്സ് മീൻസ് 10 ബൈറ്റ്സ് മെമ്മറി കമ്പ്യൂട്ടർ മെയിൻ മെമ്മറിയിൽ അവിടെ ഒഴിച്ചിട്ടു എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്നത് 4 ബൈറ്റ് ആണെന്ന് വിചാരിക്കുക. 4 ഒക്കെ ഉള്ള ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു പേരാണ് കൊടുക്കണമെങ്കിൽ ആകെ 4 ബൈറ്റ് മീൻസ് 4 ക്യാരക്ടേഴ്സ് അല്ലേ അതിലുള്ളൂ. ബാക്കി 6 ക്യാരക്ടേഴ്സ് മെമ്മറിയും അവിടെ എന്തായി പോയി? നഷ്ടമായി പോയി. പിന്നെ ആ നഷ്ടപ്പെട്ട മെമ്മറി നമുക്ക് വേറൊരു വാരിയബിൾ അല്ലെങ്കിൽ വാല്യൂവിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അവിടെ കിടക്കും. വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇതിന് 4 ബൈറ്റും ഇതിന് 10 ബൈറ്റ് വീണ്ടും അവിടെ വെച്ചിടും. അപ്പൊ അവിടെ 6 ഉള്ളത് അവിടെ ഫ്രീ ആയിട്ട് കിടന്നു അല്ലെ. അത് വേറൊരു ആവശ്യം. അങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് കുറെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ മെമ്മറികൾ അവിടെ നഷ്ടമായി പോകും. കുറെ മെമ്മറികൾ അവിടെ നഷ്ടമായിട്ട് പോകും അല്ലെ. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു 4 ബൈറ്റ് യൂസ് ചെയ്ത ബാക്കി 6 ബൈറ്റും അവിടെ ഫ്രീ ആയി പോയി. അങ്ങനെ ഓരോ പ്രാവശ്യം കമ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ അത്രത്തോളം മെമ്മറികൾ അവിടെ നഷ്ടമായി പോകും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഐഡിയകളും അല്ലെങ്കിൽ വേറൊരു അലോക്കേഷനും ഒക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് മെമ്മറി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ കുറേ പ്രോഗ്രാം അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് മെമ്മറി കൂടുതൽ കൺസ്യൂം ചെയ്യും, കൂടുതൽ മെമ്മറി അവിടെ നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ സിസ്റ്റം സ്ലോ ആവും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അല്ലെ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഒരു മെമ്മറി അലോക്കേഷൻ അല്ലെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ പഠിച്ചു. ഇനി എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആണ്. കമ്പൈലേഷൻ ടൈമിൽ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് കമ്പൈലേഷൻ ടൈമിൽ തന്നെ കൊടുക്കുന്ന അഡ്വാൻസ് മെമ്മറിയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞു. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി എവിടെ നഷ്ടമായി പോകുന്നു പറഞ്ഞു. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നത്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ കമ്പൈലേഷൻ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് അവിടെ റൺ ടൈമിൽ കൊടുക്കുന്ന മെമ്മറിയാണ്. അതായത് നോട്ട് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ്ഡ് അല്ല, അഡ്വാൻസ് കൊടുക്കുന്ന മെമ്മറി അല്ല, മുൻകൂട്ടി കൊടുക്കുന്ന മെമ്മറി അല്ല. ഇത് റൺ ചെയ്യുമ്പോൾ മാത്രം കൊടുക്കുന്ന മെമ്മറി അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ മാത്രം മെമ്മറി മെയിൻ മെമ്മറിയിൽ നിന്ന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിനെയാണ് നമ്മൾ എന്താ പറയുക ഇവിടെ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അപ്പൊ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പൈലേഷൻ ടൈമിലല്ല, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മെമ്മറി മാത്രം കൊടുക്കുക. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡ് സി ഓഫ് 20 അല്ലെങ്കിൽ സി ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ. അപ്പൊ ഇവിടെ ഈ കമ്പൈലേഷൻ ടൈമിൽ തന്നെ സ്റ്റാറ്റിക്കിൽ എന്ത് ചെയ്യും, അതിന് 10 ബൈറ്റ് ഒഴിച്ചിടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എത്ര വാല്യൂ ആണ് നമ്മൾ കൊടുത്തത് അത്രയും വാല്യൂവിനുള്ള മെമ്മറി മാത്രമേ, അത്രയും സൈസ് മെമ്മറി മാത്രമേ മെയിൻ മെമ്മറിയിൽ വേരിയബിൾസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് നമ്മുടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ഓപ്പറേറ്ററുകളാണ് യൂസ് ചെയ്യുക. അതായത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. എന്താ ഡി അലോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ
അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഇപ്പൊ 10 ബൈറ്റ് അവിടെ യൂസ് ചെയ്തു, 10 ബൈറ്റിൽ ഞാൻ 4 ബൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ബാക്കി 6 ബൈറ്റ് ഉണ്ടല്ലോ, ആ 6 ബൈറ്റ് എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം. എവിടേക്ക് ഡി അലോക്കേറ്റ് ചെയ്യണം? കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം അല്ലെ. ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതൊക്കെ ആരാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ. അപ്പൊ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള മെമ്മറി തിരിച്ച് മെയിൻ മെമ്മറിയിലേക്ക് തന്നെ, മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഡി അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷന്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനും ആവശ്യമില്ലാത്ത മെമ്മറി തിരിച്ചു കൊടുക്കുന്നതിനും ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ന്യൂ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡെലീറ്റ് എന്ന് പറയുന്ന 2 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ന്യൂ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി കമ്പ്യൂട്ടർ മെമ്മറി മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? മെയിൻ മെമ്മറിയിൽ നിന്ന് ഒരു ഇത്ര മെമ്മറി മീൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി നമുക്ക് റിസർവ് ചെയ്ത് തരുമോ എന്നുള്ള ആവശ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ന്യൂ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മിച്ചം വരുന്ന അല്ലെങ്കിൽ ബാലൻസ് വരുന്ന മെമ്മറി തിരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് തന്നെ മെയിൻ മെമ്മറിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഓപ്പറേറ്ററാണ് ഇത് ഡെലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നും എന്താണ് ന്യൂ ഓപ്പറേറ്റർ എന്നും എന്താണ് ഡെലീറ്റ് ഓപ്പറേറ്റർ എന്നും നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ രണ്ടാമത്തെ, when the amount of memory to be allocated not in advance, അതായത് അഡ്വാൻസ് ആയിട്ടുള്ള മെമ്മറി അലോക്കേഷൻ അല്ല ഇത്, ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ഡ്യൂറിംഗ് റൺ ടൈം ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം റൺ ടൈമിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന അഡ്വാൻസ് അല്ല, നോട്ട് ഇൻ അഡ്വാൻസ് ആവുന്ന അഡ്വാൻസ് അല്ലാത്ത മെമ്മറിയാണ് നമ്മൾ എന്താ പറയുക അവിടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഇനി 2 ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ്? ന്യൂ ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഡെലീറ്റ് ഓപ്പറേറ്ററും ആണ് യൂസ് ചെയ്യുക. ഇനി ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ അതിനും ഒരു ജനറൽ ഫോം ഉണ്ട്, ഡെലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിനും ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ സിൻടാക്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ന്യൂ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. എന്താണ് പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്? ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം നമുക്കുള്ള ഫ്ലോട്ട് പി അല്ലെ, ഫ്ലോട്ട് സ്റ്റാർ പി. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ഫ്ലോട്ട് സ്റ്റാർ പി, പി ഈസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പോയിന്റർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ഡാറ്റ ടൈപ്പ് തന്നെ ആയിരിക്കണം നമ്മൾ ന്യൂ ഓപ്പറേറ്ററിന്റെ കൂടി ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇന്റ് ഉപയോഗിച്ച് ഇവിടെ ഫ്ലോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഡാറ്റ ടൈപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ ഓപ്പറേറ്ററിന്റെ കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തു. അതിലേക്ക് അഡ്രസ് മാത്രം സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നീട് ഇതിനു മുമ്പ് പഠിച്ചതാണ്. പി ഈസ് ഈക്വൽ ടു പോയിന്റർ വേരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട്. ന്യൂ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ അർത്ഥം എന്താ? ഈ പി എന്ന് പറയുന്ന വേരിയബിളിന് ആവശ്യമായിട്ടുള്ള മെമ്മറി എവിടുന്ന് റിക്വസ്റ്റ് ചെയ്യണം, നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട് ആരുമായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. ആരെടുത്താ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് റിക്വസ്റ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ അർത്ഥം. ഇനി ഈ 2 സ്റ്റെപ്പുകളും കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് എഴുതാം. അതായത് ആദ്യം പോയിന്റർ വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ ന്യൂ ഉപയോഗിക്കണം എന്നില്ല. 2 സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഡാറ്റ ടൈപ്പ് പോയിന്റർ വാരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ, ആ കീവേഡ് ആണ് ഡാറ്റ ടൈപ്പ് വാല്യൂ. അതായത് ഈ ഡാറ്റ ടൈപ്പ് തന്നെ ആയിരിക്കണം. ഈ ഡാറ്റ ടൈപ്പ് ഈ പോയിന്റർ വേരിയബിൾ ആണ് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് വാല്യൂ. വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇനീഷ്യലൈസ് ചെയ്യാം. എന്താണ് ഇനീഷ്യലൈസ് ചെയ്യുക? സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ വാല്യൂ നമ്മൾ കൊടുക്കണം. ഒരു എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലായിക്കോളും. ഇന്റ് സ്റ്റാർ പി ടി, അതായത് സ്റ്റാർ പി ടി എന്ന് പറയുന്ന ഒരു പോയിന്റർ വാല്യൂ, ഒരു ഇൻഡിജർ പോയിന്റർ വേരിയബിൾ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. ഇസ് ഈക്വൽ ടു ന്യൂ. ന്യൂ ഇസ് എ കീവേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അലോക്കേഷൻ ഓഫ് മെമ്മറി അല്ലേ. ഇന്റ് ഓഫ് 17, അതായത് ഇവിടെ 17 എന്ന് പറയുന്ന ഈ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബൈറ്റ് മെമ്മറി ആണോ ആവശ്യം ആ മെമ്മറി ആർക്ക് കൊടുക്കണം? ഈ പി ടിക്ക് കൊടുക്കണം. എവിടുന്ന് കൊടുക്കണം? മെയിൻ മെമ്മറിയിൽ നിന്ന് കൊടുക്കണം. ആരെടുത്താണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും ഒരുമിച്ച്, അതായത് പോയിന്റർ ഡിക്ലറേഷനും അതുപോലെ തന്നെ അതിന്റെ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ. പിന്നെ രണ്ടാമത് ഡെലീറ്റ് ഓപ്പറേറ്റർ ആണ്. ഡെലീറ്റ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കുക, ഈ 17 എന്ന് പറയുന്ന ഈ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി എവിടെ നിന്ന് കിട്ടി? ഈ പി ടിക്ക് എവിടെ നിന്ന് കിട്ടി? മെയിൻ മെമ്മറിയിൽ നിന്ന് കൊടുത്തു അല്ലേ. ഇനി മെയിൻ മെമ്മറിയിൽ നിന്ന് ഇതുപോലെ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി തിരിച്ചു കൊടുക്കണം.
ആവശ്യമായിട്ട് ബാക്കി തിരിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യരുത്, ഈ പി ടിക്ക് ആ മെമ്മറി അഡ്രസ് അവിടെ ഉണ്ടാവരുത്. അതായത് എത്ര ബൈറ്റാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ ബൈറ്റ് റിസർവ് ചെയ്തിട്ടുള്ള സ്ഥലം തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോകണം. കാരണം പിന്നെ നമുക്ക് ആവശ്യം, നമുക്ക് ആൻസർ കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ ഈ പി ടി എന്ന് പറയുന്ന ഈ പോയിന്റർ വേരിയബിൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ആ മെമ്മറി ഉണ്ട്. ആ മെമ്മറി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞാൽ തിരിച്ച് മെമ്മറിയിലേക്ക് തന്നെ പോകണം. അല്ലാതെ അതവിടെ അങ്ങനെ റിസർവ് ചെയ്ത് കിടക്കരുത് അല്ലെ. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് നമ്മുടെ ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ, അതായത് ആ പോയിന്റർ വേരിയബിളിന് കൊടുത്തിട്ടുള്ള മെമ്മറി ഡിലീറ്റ് ചെയ്യണം. മെമ്മറി ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോകണം. അപ്പൊ അതിന്റെ ജനറൽ ഫോം ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ, സിന്റാക്സ് എക്സാമ്പിൾ ഡിലീറ്റ് പി ടി. അതായത് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ മെമ്മറി ഉണ്ടല്ലോ, ഈ മെമ്മറി എന്ത് ചെയ്യണം, തിരിച്ചിട്ട് ഡിലീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ കൊടുക്കണം അല്ലെ. ഇനി അങ്ങനെ ന്യൂ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മെമ്മറി ഉണ്ടല്ലോ, ഈ മെമ്മറി കമ്പ്യൂട്ടർ മെമ്മറിക്ക് തന്നെ തിരിച്ചു മെയിൻ മെമ്മറിക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ മെമ്മറി നഷ്ടം സംഭവിക്കും അല്ലെ. കാരണം എന്താ വെച്ചാൽ ഓരോ റൺ ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, ഇത്ര ബൈറ്റ് ചെയ്ത മെമ്മറി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞാൽ ആ ബൈറ്റ് ആ മെമ്മറി ആ വേരിയബിളിന് വേണ്ടിയിട്ടുള്ള ഈ 17 സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി തിരിച്ചിട്ട് അങ്ങോട്ട് പോകില്ല. അടുത്ത പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ വീണ്ടും എത്ര ബൈറ്റ് വെച്ചാൽ ആ ബൈറ്റ് അവിടെ റിസർവ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബൈറ്റുകൾ കൂടിയത് കമ്പ്യൂട്ടർ സ്ലോ ആവാൻ കറക്റ്റായിട്ട് ആൻസർ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അത് തിരിച്ചിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷന് രണ്ട് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, ന്യൂ ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്പറേറ്ററും പറഞ്ഞു. ന്യൂ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് റൺ ടൈമിൽ ആ വേരിയബിളിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അല്ലെ, മെമ്മറി മെയിൻ മെമ്മറിയിൽ നിന്ന് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത മെമ്മറി ഉണ്ടല്ലോ, ആ മെമ്മറിനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് ഉപയോഗിച്ചിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. രണ്ട് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുക, ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റ് ഓപ്പറേറ്ററും. ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് ന്യൂ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇനി അങ്ങനെ ഈ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെമ്മറി ഉണ്ടല്ലോ, ആ മെമ്മറിനെ നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം. ഏത് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡി അലോക്കേറ്റ് ചെയ്യണം അല്ലെ. ഇനി അങ്ങനെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിനെ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ, അവിടെ മെമ്മറി ലീക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കും. എന്താണ് സംഭവിക്കുക, മെമ്മറി ലീക്ക്. എന്താണ് മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ, മെമ്മറി നഷ്ടപ്പെട്ടു പോവുക. ലീക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നഷ്ടപ്പെട്ടിട്ട് പോവുക. അതന്നെ എവിടെയും സംഭവിക്കുന്നത്. അതായത് ഡിലീറ്റ് ഓപ്പറേറ്റർ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് വേണ്ട മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അത് തിരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ റൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് അങ്ങനെ തന്നെ ഡി അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മെമ്മറി അവിടെ നഷ്ടമല്ലേ അല്ലേ. അപ്പൊ അത് നഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അവിടെ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും, അത്രയും മെമ്മറി വീണ്ടും 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 അവിടെ അങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ സിസ്റ്റത്തിന് കുറച്ച് ഹാർംഫുൾ ആണ്. ഞാൻ പറഞ്ഞു മെമ്മറി ലോസ് അങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മൾ ഇവിടെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ഈ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും അത് ഡി അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, മെമ്മറി ലീക്ക് സംഭവിക്കും. അപ്പൊ അങ്ങനെ മെമ്മറി ലീക്ക് ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ ന്യൂ ഓപ്പറേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ശരിയായ രീതിയിലല്ല നമ്മൾ ശരിയായ സ്ഥാനത്തല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കും, അവിടെ മെമ്മറി ലീക്ക് സംഭവിക്കും. അപ്പൊ എന്താണ് മെമ്മറി ലീക്ക് എന്ന് നോക്കാം നമുക്ക്. ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ഷുഡ് ബി പ്രോപ്പർലി ഡി അലോക്കേറ്റഡ് യൂസിങ് ഡിലീറ്റ് അല്ലെ. അതായത് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അത് എന്തായാലും എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അത് എന്തായാലും ഡി അലോക്കേറ്റ് ചെയ്യണം. ഇഫ് എനി ഫംഗ്ഷൻ ഫോർഗെറ്റ്സ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും എന്ത്, ടു ഡി അലോക്കേറ്റ് മെമ്മറി യൂസിങ് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ ചിലപ്പോൾ അത് മറന്നിട്ടുണ്ട്, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അത് ഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ.
എന്ത് എല്ലാ മെമ്മറിയാണോ? അല്ല, ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി, അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ചില ഫംഗ്ഷൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാത്തൊരവസ്ഥ വരും, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡിലീറ്റ് ഉപയോഗിക്കാതെ അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരും അല്ലെ. ഇറ്റ് കൺസ്യൂംസ്, ഇത് എന്ത് ചെയ്യും, കൂടുതൽ ഉപയോഗിക്കും, കൺസ്യൂം ചെയ്യും സം മെമ്മറി ഇൻ എവരി എക്സിക്യൂഷൻ, എല്ലാ എക്സിക്യൂഷനിലും ആ മെമ്മറി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് സം അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാംഫുൾ അല്ലെ, അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ എന്നൊക്കെ പറയും അല്ലെ. സം അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദി സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിന് അനന്തര ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ മെമ്മറി കൺസ്യൂം ചെയ്യും, സിസ്റ്റം സ്ലോ ആവും, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ അല്ലെ ഉണ്ടാവും. ദ സിറ്റുവേഷൻ ഈസ് കോൾഡ് മെമ്മറി ലീക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെമ്മറി ലീക്ക് ഒന്നും കൂടെ പറയാണ്. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, തിരിച്ച് ഡി അലോക്കേറ്റ് ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഈ ഡിലീറ്റ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മെമ്മറി ഉണ്ടല്ലോ, ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഉണ്ടല്ലോ, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും അത്രയും മെമ്മറി ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മെമ്മറി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് എന്താണ്, അത് ഹാംഫുൾ ആണ് അല്ലെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണ് മെമ്മറി ലീക്ക്. അപ്പോൾ മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം സിറ്റുവേഷൻസിന് നമ്മൾ പറയുന്ന പേരായിരുന്നു ഇവിടെ മെമ്മറി ലീക്ക്. ഇനി മെമ്മറി ലീക്ക് ഉണ്ടാവേണ്ട സാഹചര്യം ഞാൻ പറഞ്ഞു, അതായത് ന്യൂ ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്പറേറ്ററും പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അല്ലാത്തൊരവസ്ഥ അല്ലെ. അപ്പൊ ഇംപ്രോപ്പർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കാം, അവിടെ മെമ്മറി ലീക്ക് സംഭവിക്കാം. അപ്പോൾ പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലെ മെമ്മറി അലോക്കേഷൻസ് ആണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻസും അതുപോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻസും ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കമ്പൈലേഷൻ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ്, അല്ല റൺ ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത്, നോട്ട് ഇൻ അഡ്വാൻസ് അങ്ങനെ കൊടുക്കുന്ന മെമ്മറി, അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് തിരിച്ച് ഡി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂ ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്യുക. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കുറേ മെമ്മറിയോട് നഷ്ടമായി പോകും. അപ്പോൾ നഷ്ടമാവുന്ന മെമ്മറി അത്തരം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അതായത് ന്യൂ ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്പറേറ്ററും കറക്റ്റായിട്ടല്ല യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ടല്ല യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും ഇത് സംഭവിക്കും, നമ്മുടെ മെമ്മറി ലീക്ക് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും